ഹായ് ഗൈസ്, ഇറ്റ്സ് മീ അപർണവാസി. ഇത് ഞാൻ കുറച്ച് നാളായിട്ട് മുന്നേ പിടിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, വർക്കല 5C എന്ന് പറഞ്ഞ ഹോട്ടലിൽ. നമ്മൾ രാവിലെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് എല്ലാവരും അങ്ങോട്ട് പോയത്. ഞാനും നാത്തൂനും കൂടി വണ്ടി ഓടിച്ചിട്ടാണ് കേട്ടോ പോയത്. നമ്മുടെ പിറ്റേ ദിവസത്തെ പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസും കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങി. നമുക്ക് പിറ്റേന്നും പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ കല്യാണത്തിൻ്റെ തന്നെ കല്യാണ ചടങ്ങ്, കെട്ടിൻ്റെ അന്ന് പിറ്റേന്ന് മുസ്ലിം വെഡ്ഡിങ്ങാണ്. ഇതൊക്കെ ഇതിൻ്റെ പ്രാക്ടീസാണ് കേട്ടോ. നമ്മളവിടെ നിന്നുകൊണ്ട് ഒരേ പ്രാക്ടീസായിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് പോകണ്ടേ. അപ്പോൾ എൻ്റെ കൂടെ നാത്തൂനാണെങ്കിൽ അവൾക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. ഞാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കണം. അത്രയും കിലോമീറ്റർ ഉണ്ട് അരുവിക്കരന്ന് എനിക്ക് വർക്കല വരെ പോയിട്ട് വരാനായിട്ട്. അപ്പോൾ കുറേ റെയിൽവേ ക്രോസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഈ റെയിൽവേ ക്രോസ് കഴിഞ്ഞ് അപ്പുറത്തായിരുന്നു കല്യാണ മണ്ഡപം. സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം മാസ് ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ അവിടെ പോയി നിന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് കുറച്ച് ലേറ്റായി. അതുകൊണ്ട് നമുക്ക് കണ്ണൊന്നും വരയ്ക്കാനൊന്നും പറ്റിയില്ല. ഇതായിരുന്നു ഫസ്റ്റ് ഡാൻസിന് ഇറങ്ങിയ ലുക്ക്. പിന്നെ മൊത്തം ഒപ്പനയായിരുന്നു. ഫസ്റ്റ് സ്റ്റേജ് മാത്രമേ ഇതുള്ളൂ. പിന്നെ വലിയ ലാസ്റ്റിലൊരു ഡാൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡാൻസായിട്ട്. ബാക്കിയെല്ലാം ഒപ്പനയാണ്. സോങ് വേറെ ആണെങ്കിലും ഒപ്പന സ്റ്റൈലാണ് എല്ലാം ചെയ്തേക്കുന്നത്. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഔട്ട്ഫിറ്റ്. ഇത് നമ്മൾ ചെയ്തൊരു സോങ്ങാണ് കേട്ടോ. മെഹറുബ സോങ്ങിൽ പയ്യൻ്റെ ഗ്രൂം എൻട്രിയാണിത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നൈറ്റായി, അത്യാവശ്യം ഒരു ലേറ്റായി. ഇത് നമ്മൾ ചെയ്തേക്കുന്ന ദീപാവലി ഡേയുടെ ആ സമയത്തുള്ളതാണ് കേട്ടോ. എനിക്ക് അന്നത്തെ വീഡിയോ ചെയ്യാൻ പറ്റില്ല. കുറച്ച് നാളായിട്ട് ഞാൻ വയ്യാണ്ട് പനിയായിട്ട് വീട്ടിൽ കിടപ്പാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് കയറി. നൈറ്റ് ആയതുകൊണ്ട് ചായക്കടയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ കട്ടൻ ഉണ്ടെന്ന് പറഞ്ഞാൽ കട്ടൻ കുടിക്കാൻ കയറി. ചായ തിന്നുന്നവനെ ആ മാമനുമായിട്ട് നല്ല കമ്പനി. അത് കഴിഞ്ഞ് തൊട്ട് അപ്പുറത്തൊരു കടയിൽ ചായ ഉണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കാൻ അവിടെ കയറി. അങ്ങനെ ഞാനും എൻ്റെ നാത്തൂനും കൂടി ചായയൊക്കെ കുടിച്ച് അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് ലേറ്റായി. 10-11 മണിയായി വീട് എത്തിയിട്ട്. 10 മണിക്ക് കയറാമായിരുന്നു. ചായ അന്വേഷിച്ച് നടന്നോണ്ട് ലേറ്റായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.